ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തെ കൂടുതൽ ചെലവേറിയതാക്കി മാറ്റും. ഗ്രാമങ്ങളുടെ തന്നെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. അത് പാരിസ്ഥിതികമായിട്ടുള്ള ശോഷണവും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലേക്കുള്ള കയ്യേറ്റവും വെള്ളപ്പൊക്ക സാധ്യതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം നഗരനയം തിരിച്ചറിയുന്നുണ്ട്. പിന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നഗര മാലിന്യം സംസ്കരിക്കുക എന്ന വെല്ലുവിളിയാണ്. ഇത് പൊതുജനാരോഗ്യ വെല്ലുവിളിയായിട്ടും വളർന്നു വരുന്ന ഒന്നാണ്. രണ്ടാമത്തെ വെല്ലുവിളിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ നഗരഭരണ സംവിധാനങ്ങളുടെ ഇപ്പൊ നിലനിൽക്കുന്ന നഗരഭരണ സംവിധാനങ്ങളുടെ പരിമിതികളാണ്. നിലവിലുള്ള സംവിധാനത്തിന്റെ കുറവുകൾ, പൊരുത്തക്കേടുകൾ ഇതെല്ലാം ഈ നയം തിരിച്ചറിയുന്നുണ്ട്. മറ്റ് വകുപ്പുകളും ഏജൻസികളും നഗരഭരണ നിർവഹണത്തിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന പോരായ്മയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക അധികാരം പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്നാണ് കാണുന്നത്. നിലവിലുള്ള ആസൂത്രണത്തിന്റെ ചട്ടക്കൂട് നഗരവികസനത്തിന്റെ സവിശേഷ പ്രശ്നങ്ങളെ സമഗ്രമായി മനസ്സിലാക്കി ഇടപെടാൻ പര്യാപ്തമല്ല. അപ്പോൾ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. അന്ന് കേരളം ഇത്ര മാത്രം നഗരവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം, ദാരിദ്ര്യ ലഘൂകരണം എന്നതിലൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആസൂത്രണത്തിന്റെ ചട്ടക്കൂട് ഇതിനനുസരിച്ച് മാറേണ്ടതുണ്ട് ഈ പുതിയ സാഹചര്യത്തിനനുസരിച്ച്. 3, മനുഷ്യ സാങ്കേതിക വിഭവശേഷികളുടെ കുറവാണ്. ഇന്ന് നഗരങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിഭവശേഷിയുടെ അഭാവമുണ്ട്. നഗരാസൂത്രണം ഇനിയും നഗരഭരണത്തിന്റെ ഭാഗമായിട്ടില്ല. നഗരാസൂത്രകരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് ലഭ്യമായ GIS അടക്കമുള്ള സാങ്കേതിക സാധ്യതകൾ നഗരങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. ഡേറ്റ ഉപയോഗിക്കുന്നതിനുള്ള ശേഷി ഇനിയും ആർജിച്ചിട്ടില്ല. മാലിന്യ പരിപാലനം, നഗരാസൂത്രണം, ധനകാര്യ മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ അനിവാര്യമായി വേണ്ട പ്രൊഫഷണൽ വൈദഗ്ധ്യം നമ്മുടെ നഗരസഭകൾക്ക് ഇല്ലാതെ ലഭ്യമാക്കേണ്ടതുണ്ട്. ധനകാര്യ വിഭവ സമാഹരണത്തിലെ പരിമിതികളാണ് 4ാമത്തേത്. ധനത വിഭവ സമാഹരണത്തിൽ ഒരുപാട് പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ ഒരു കണക്ക് നോക്കിയാൽ കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ നികുതി ഡിമാൻഡിന്റെ ശരാശരി 85% തിരിച്ചെടുക്കാറുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റികൾ വളരെ കുറവാണ്. അതിനേക്കാൾ വളരെ കുറവാണ് കോർപ്പറേഷനുകൾ. ഇപ്പൊ സ്മാർട്ട് വരുന്നതിന് മുമ്പുള്ള കണക്ക് നോക്കിയാൽ കോർപ്പറേഷനുകൾ ഡിമാൻഡിന്റെ 26% തിരിച്ചെടുക്കുമായിരുന്നു. 50% താഴെ മാത്രമായിരുന്നു മുനിസിപ്പാലിറ്റികളുടെ നികുതി പിരിവ്. അപ്പോൾ പിരിച്ചെടുക്കുന്നതിലുള്ള കാര്യക്ഷമതയില്ലായ്മ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നയം പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതുമയുള്ള ധനകാര്യ മാതൃകകൾ സ്വീകരിക്കാനുള്ള കെൽപ്പ് നമ്മുടെ നഗരസഭകൾക്കില്ല എന്ന് മാത്രമല്ല അതിനുള്ള സംവിധാനവുമില്ല. പിന്നെ മറ്റു തരത്തിലുള്ള സാമൂഹ്യ വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട്. 5ാമത്തേത്, ഇപ്പൊ നഗരവൽക്കരണം വരുമ്പോൾ പുറത്തു നിന്നുള്ള ആളുകളുടെ വരവ് ഉണ്ടാകുന്നു. നഗരവ്യാപനവും ഗ്രാമീണ പൊതുജനാരോഗ്യ സംവിധാനം പോലെ സുശക്തമായിട്ടുള്ള ഒരു സംവിധാനം നഗരമേഖലകളിൽ ഉണ്ടായിട്ടില്ല. നഗരവ്യാപനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവേണ്ട തരത്തിൽ ശക്തമായൊരു പൊതുജനാരോഗ്യ സംവിധാനമില്ല. അപ്പോൾ നഗരമേഖലയിൽ പലതരത്തിലുള്ള പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, മുതിർന്ന പൗരന്മാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വലിയ വർധനവ്, അത് പുതിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നഗര ജനസംഖ്യയുടെ ഗതാഗത ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അർബൻ ട്രാൻസ്പോർട്ടേഷൻ. ഇതിനെ ഫലപ്രദമായി നേരിടുന്നതിനും സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സമീപനങ്ങളും ശുപാർശകളുമാണ് നയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന്, നിലവിലുള്ള നിയമങ്ങൾ, ഭരണ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നതാണ്. മുനിസിപ്പൽ ആക്ട് സമഗ്രമായിട്ടുള്ള പരിഷ്കരണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ
എന്നിവയൊക്കെ പുതിയ മേഖലകളിൽ ആവശ്യമാണെങ്കിൽ രൂപീകരിക്കേണ്ടി വരും. കൗൺസിലുകളുടെ മേൽനോട്ടത്തിന് വിധേയമായി കൊണ്ട് തന്നെ മുനിസിപ്പൽ സെക്രട്ടറിമാർക്ക്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിമാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകേണ്ടതുണ്ട്. നഗരസഭകൾക്കകത്തും ആവശ്യമായിട്ടുള്ള അധികാര കൈമാറ്റം നടക്കണം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണം. ഒരു പ്രൊഫഷണൽ കാഡർ ഉണ്ടാക്കണം എന്നുള്ളത് നേരത്തെ തന്നെ കണ്ട കാര്യമാണ്. ഉദ്യോഗസ്ഥരെ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. മാലിന്യ സംസ്കരണത്തിന് ഇപ്പോ നമുക്ക് സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടേതാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആ ഉത്തരവാദിത്വം അങ്ങനെ തന്നെ തുടരും. സംസ്ഥാന തലത്തിൽ ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ ഏജൻസികളുണ്ട്. ശുചിത്വ മിഷനുണ്ട്, ക്ലീൻ കേരള കമ്പനിയുണ്ട്. അപ്പൊ ഇതില് ഈ ഏജൻസികളെല്ലാം ചേർത്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിന്തുണയും സഹായവും നൽകുന്ന തരത്തിൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ സാധ്യതകൾ പരിശോധിക്കണം എന്ന് നയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയ്ക്ക് ഒരു സംവിധാനം, നിയതമായ സംവിധാനം ഒരുക്കണം എന്നും കാണുന്നു. നഗരസഭകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ പുതിയ നികുതി സ്രോതസ്സുകൾ എന്നുള്ളതല്ല, ഉള്ളത് തന്നെ പിരിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമതയുടെ കുറവുണ്ട്. ഒപ്പം വിഭവസമാഹരണത്തിന്റെ മറ്റ് സാധ്യതകളും തേടേണ്ടതുണ്ട്. ഇപ്പൊ സമഗ്രവും ഏകീകൃതവുമായ ഒരു നഗരഭരണം ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമപരിഷ്കാരങ്ങൾ, സമഗ്രമായ നിയമപരിഷ്കാരങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് നയം ശുപാർശ ചെയ്യുന്നത്. ഒരു സമഗ്ര പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളിലും ചട്ടങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ ശുപാർശ ചെയ്യാൻ ഒരു കമ്മീഷനെ വെക്കണം. രണ്ടാമത്തേത് കാര്യശേഷി വികസനവും സംവിധാനങ്ങളുടെ ശാക്തീകരണവുമാണ്. ഭരണരംഗത്ത് ഈ വെല്ലുവിളി നേരിടാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കാര്യശേഷി കാര്യമായിട്ട് ഉയർത്തേണ്ടതുണ്ട്. നഗരഭരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കണം. കിലയുടെ നഗര പഠന കേന്ദ്രം മികവിന്റെ കേന്ദ്രമാക്കിയിട്ട് മാറ്റണമെന്ന് നിർദ്ദേശിക്കുന്നു. ആസൂത്രണത്തിനും പദ്ധതി നിർവഹണത്തിനും സഹായകരമാകുന്ന വിധത്തിൽ പഠന ഗവേഷണ സ്ഥാപനങ്ങളുമായും പൗരസമൂഹ സംഘടനകളുമായും ഫലപ്രദമായ ഏകോപനം ഉറപ്പുവരുത്തും. ഡേറ്റ അധിഷ്ഠിതമായിട്ടുള്ള നഗരഭരണം ഉറപ്പാക്കുന്നതിന് അർബൻ ഒബ്സർവേറ്ററി സ്ഥാപിക്കാനും ശുപാർശ ചെയ്യും. അതുപോലെ ഇപ്പോൾ തന്നെ നമ്മൾ ഡിജിറ്റൽ ഗവേണൻസിൽ വലിയ ചുവടുവെപ്പുകൾ നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ എല്ലാ തദ്ദേശ സേവനങ്ങളും പൂർണ്ണമായും ഓൺലൈനായിട്ടുള്ള ഏക സംസ്ഥാനവും കേരളമാണ്. ഇതിനെ കൂടുതൽ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഡിജിറ്റൽ ഗവേണൻസ് ഡാഷ്ബോർഡുകൾ എന്നിവ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക. പ്രാദേശികമായി നഗരങ്ങളുടെ സവിശേഷ സാംസ്കാരിക പാരമ്പര്യങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ക്രിയേറ്റീവ് സിറ്റി തുടങ്ങിയ ആശയങ്ങൾ നയം മുന്നോട്ട് വയ്ക്കുന്നു. ഓരോ നഗരത്തിലെയും അടിസ്ഥാന സൗകര്യ വികസനം സംബന്ധിച്ച നിലവിലുള്ള അവസ്ഥയും ആവശ്യമായ സൗകര്യങ്ങളും തമ്മിലുള്ള വിടവ് മനസ്സിലാക്കി പദ്ധതികൾ ആവിഷ്കരിക്കണം. പാരിസ്ഥിതിക സാമൂഹിക ഘടകങ്ങൾ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പൊതു ഇടങ്ങൾ, ഹരിത ഇടങ്ങൾ എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമായിരിക്കണം നടത്തേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് പ്രാദേശികമായിട്ടുള്ള കർമ്മ പദ്ധതി, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായിട്ടുള്ള പ്രാദേശിക കർമ്മ പദ്ധതി, റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും ഇരയാകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സമീപനം നഗരഭരണത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്.
അതുപോലെ സ്ഥലപര ആസൂത്രണത്തിന്, സ്പേഷ്യൽ പ്ലാനിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നതാണ്. പരമ്പരാഗതമായ സ്പേഷ്യൽ പ്ലാനിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി നഗരവൽക്കരണത്തിന്റെ സങ്കീർണതകളെ കണക്കിലെടുത്തുകൊണ്ടുള്ള പ്ലാനിംഗ് വിഭാവനം ചെയ്യുന്നു. ഈ നഗരനയം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള ചുമതല തദ്ദേശ വകുപ്പിനും അനുബന്ധ ഏജൻസികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമായി. ബജറ്റിലെ പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഒരു നഗരനയം ആവിഷ്കരിക്കാനോ നഗരവൽക്കരണത്തെ സംബന്ധിച്ച് ഇത്ര ആധികാരികമായൊരു പഠനം തയ്യാറാക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് കേരളമാണ് ആദ്യം ചെയ്തത് എന്നതാണ്. ഈ പഠനവും നമ്മുടെ നയവും രാജ്യത്തിനാകെ ഒരു മാതൃകയായിട്ട് മാറും എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ധനവിനിയോഗ രീതികളിലൊക്കെ ഇപ്പോ നഗര പ്രശ്നങ്ങളെ, അർബൻ ഇഷ്യൂസിനെ കൂടുതൽ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ മാറുമ്പോൾ അതിന്റെ പ്രയോജനം കേരളത്തിന് ലഭ്യമാക്കാനും സഹായിക്കുന്നതാണ്. അതോടൊപ്പം തദ്ദേശ ദിനം 18-19 തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള അവാർഡുകളുടെ പ്രഖ്യാപനം കൂടിയുണ്ട്. മികച്ച ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാതലത്തിൽ ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്കുമുള്ള നിശ്ചയിച്ചിട്ടുള്ള റാങ്കിങ്. 1-ാം സ്ഥാനം മംഗലപുരം ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിൽ. 2-ാം സ്ഥാനം പുല്ലമ്പാറയാണ്. കൊല്ലത്ത് 1-ാമത് ശാസ്താംകോട്ട, 2-ാമത് കുന്നത്തൂർ. പത്തനംതിട്ട 1-ാമത് അരുവാപ്പുരം, 2-ാമത് പന്തളം തെക്കേക്കര. ആലപ്പുഴ 1-ാമത് കാർത്തികപ്പള്ളി, 2-ാമത് വിയ്യപുരം. ഇടുക്കി 1-ാമത് ഇരട്ടയാർ, 2-ാമത് ചക്കുവള്ളം. കോട്ടയം 1-ാമത് വെളിയന്നൂർ, 2-ാമത് തിരുവാർപ്പ്. എറണാകുളം 1-ാമത് മാറാടി, 2-ാമത് പാലക്കുഴ. തൃശൂർ 1-ാമത് മൂരിയാട്, 2-ാമത് നെന്മണിക്കര. പാലക്കാട് 1-ാമത് വെള്ളിനേഴി, 2-ാമത് കൊടുവായൂർ. മലപ്പുറം 1-ാം സ്ഥാനം മാറഞ്ചേരി, 2-ാം സ്ഥാനം എടപ്പാൾ. കോഴിക്കോട് 1 പെരുമണ്ണ, 2 മരുതോങ്കര. വയനാട് 1 മീനങ്ങാടി, 2 അമ്പലവയൽ. കണ്ണൂർ 1 കതിരൂർ, 2 കരിവള്ളൂർ പെരളം. കാസർഗോഡ് 1 തൃക്കരിപ്പൂർ, 2 മടിക്കൈ. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് 1 ഉഴമലക്കൽ, 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം എളവള്ളി, തൃശൂർ. ഉഴമലക്കൽ തിരുവനന്തപുരമാണ്. 3-ാം സ്ഥാനം മണിയൂർ, കോഴിക്കോട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേമം, തിരുവനന്തപുരം. 2-ാം സ്ഥാനം കൊടകര, തൃശൂർ. 3-ാം സ്ഥാനം പെരുമ്പടപ്പ്, അതുപോലെ മലപ്പുറത്ത് പെരുമ്പടപ്പും കോട്ടയത്തെ ഉഴവൂരും പങ്കിടും. മികച്ച ജില്ലാ പഞ്ചായത്ത് 1-ാം സ്ഥാനം കൊല്ലം, 2-ാം സ്ഥാനം കണ്ണൂർ. മികച്ച മുനിസിപ്പാലിറ്റി 1-ാം സ്ഥാനം ഗുരുവായൂർ, 2-ാം സ്ഥാനം മട്ടന്നൂർ, 3-ാം സ്ഥാനം കുന്നംകുളം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. ലൈഫ് മിഷൻ അവാർഡ് 2024-25. 1-ാം സ്ഥാനം ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ, 2-ാം സ്ഥാനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പാലക്കാട്. നഗരസഭ 1-ാം സ്ഥാനം ആലപ്പുഴ, 2-ാം സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷൻ. നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ അയ്യങ്കാളി പുരസ്കാരം. മുനിസിപ്പാലിറ്റി 1-ാം സ്ഥാനം ഷൊർണൂർ, 2-ാം സ്ഥാനം താനൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ 1-ാം സ്ഥാനം കൊല്ലം, തൊഴിലുറപ്പിന്റെ. ബാക്കി കാര്യങ്ങള് കുറച്ചുകൂടി ഉണ്ട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ ഒക്കെ അത് റിലീസിൽ വരും. അതോടൊപ്പം മാധ്യമ പുരസ്കാരം കൂടി പ്രഖ്യാപിക്കുക. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർ മലയാളം MV വസന്ത്, ബ്യൂറോ ചീഫ് പാലക്കാട്, ദീപിക, രാഷ്ട്രദീപിക. അവാർഡിനർഹമായ വാർത്ത കൊഴിയരുത് പൊൻവസന്തം, ബ്രിഡ്ജ് അട്ടപ്പാടിയിലെ നിശബ്ദ വിഭവം. പ്രസിദ്ധീകരിച്ച തീയതി ഓഗസ്റ്റ് 13 മുതൽ 15 വരെ 2025.
പ്രത്യേക പരാമർശം വിനോദ് പായം, ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫ്. അവാർഡിന് അർഹമായ വാർത്ത: മാറ്റം അത് ദൃശ്യമാണ്, രോഗം അത് മാറ്റാനുള്ളതാണ്, വീട് ഒപ്പം പാർക്കാനുള്ളതാണ്. പ്രസിദ്ധീകരിച്ച തീയതി 29-30 ഏപ്രിൽ. 29-30 മെയ് 1, 2020. മികച്ച റിപ്പോർട്ടർ ഇംഗ്ലീഷ് SR പ്രവീൺ, പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ദ ഹിന്ദു. അവാർഡിന് അർഹമായ വാർത്ത: ഹൗ കേരള ഇറാഡിക്കേറ്റഡ് എക്സ്ട്രീം പോവർട്ടി. പ്രസിദ്ധീകരിച്ച തീയതി 31 ഒക്ടോബർ 2025. മികച്ച ഫോട്ടോഗ്രാഫർ ശരത് കൽപ്പാത്തി, ഫോട്ടോഗ്രാഫർ ദേശാഭിമാനി പാലക്കാട്. അവാർഡിന് അർഹമായ വാർത്താ ചിത്രം ക്ലീൻ ബൗൾ, മരുതറോഡ് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ക്രിക്കറ്റ് കളിക്കും. പ്രസിദ്ധീകരിച്ച തീയതി 7 ഏപ്രിൽ 2025. ദൃശ്യമാധ്യമ വിഭാഗം മികച്ച റിപ്പോർട്ടർ മലയാളം 2 പേർക്കാണ്. നേവി ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ, മാതൃഭൂമി ന്യൂസ്. അവാർഡിന് അർഹമായ വാർത്ത കുട്ടിയമ്മയുടെ സ്വപ്ന വീട്. സംപ്രേഷണം ചെയ്ത തീയതി 18 ഡിസംബർ 2025. രണ്ടുപേര് ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുകയാണ്. ആർ ശ്രീജിത്ത്, പൊളിറ്റിക്കൽ എഡിറ്റർ, 24 ന്യൂസ് തിരുവനന്തപുരം. അവാർഡിന് അർഹമായ വാർത്ത ഡിജി കേരളം. സംപ്രേഷണം ചെയ്ത തീയതി 16 ഓഗസ്റ്റ് 2025. മികച്ച റിപ്പോർട്ടർ ഇംഗ്ലീഷ്, അതും 2 പേർ പങ്കിട്ടിരിക്കുകയാണ്. ഷിബിമോൾ KG, പൊളിറ്റിക്കൽ എഡിറ്റർ, ഇന്ത്യ ടുഡേ സൗത്ത് ബ്യൂറോ. അവാർഡിന് അർഹമായ വാർത്ത കേരള ക്രിയേറ്റ്സ് ഹിസ്റ്ററി, ബിക്കംസ് ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഡിക്ലെയർഡ് എക്സ്ട്രീം പോവർട്ടി ഫ്രീ. സംപ്രേഷണം ചെയ്ത തീയതി 31 ഒക്ടോബർ 2025. 2 നീതു രഘുകുമാർ, CNN ന്യൂസ് 18, കേരള സ്റ്റേറ്റ് ഇൻചാർജ് TV ജേർണലിസ്റ്റ്. അവാർഡിന് അർഹമായ വാർത്ത കേരള വിൽ ബി ഡിക്ലെയർഡ് എസ് ദ ഫസ്റ്റ് ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി. സംപ്രേഷണം ചെയ്ത തീയതി 21 ഓഗസ്റ്റ് 2025. മികച്ച ന്യൂസ് വീഡിയോഗ്രാഫർ ഷാജു ചന്തപ്പുര, സീനിയർ ക്യാമറാമാൻ, മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്. അവാർഡിന് അർഹമായ വീഡിയോ കുട്ടിയമ്മയുടെ സ്വപ്ന വീട്. സംപ്രേഷണം ചെയ്ത തീയതി 18 ഡിസംബർ 2025. ഓൺലൈൻ വിഭാഗം മികച്ച വാർത്ത മലയാളം ഇംഗ്ലീഷ് അജ്മൽ NS, കണ്ടന്റ് റൈറ്റർ, മാതൃഭൂമി ഓൺലൈൻ തിരുവനന്തപുരം. അവാർഡിന് അർഹമായ വാർത്ത ഇനിയൊരു ദുരയുണ്ടാകരുത്, തിരുവനന്തപുരത്ത് തോടുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ യന്ത്രച്ചു. സംപ്രേഷണം ചെയ്ത തീയതി 12 ഡിസംബർ 2025. അവാർഡ് തിരഞ്ഞെടുത്തത് ഒരു ജൂറിയാണ്, വകുപ്പല്ല. ഈ നയം അതുൾപ്പെടെ കണ്ടുകൊണ്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതായത് ഈ പുതിയ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ നഗരസഭകളെ പ്രാപ്തമാക്കുക എന്നാണ്. ഇപ്പൊ നമ്മളതിൽ വളരെ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുള്ളതല്ലോ. ക്രെഡിറ്റ് റേറ്റിംഗിന്റെ കാര്യത്തിലാണ് കൊച്ചിയിൽ ഒരു ആദ്യത്തെ ചുവട് വെച്ചിട്ടുള്ളത്. നഗരനയത്തിന്റെ 16ാമത്തെ പേജില് 7ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഫോർ ഓൺ സോഴ്സ് റവന്യൂ എൻഹാൻസ്മെന്റ് ആൻഡ് ഫിസ്ക്കൽ ഡിസിപ്ലിൻ. അപ്പൊ അതില് പറയുന്നുണ്ട് തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സ്വീകരിക്കേണ്ട പരിഷ്കരണങ്ങൾ സംബന്ധിച്ചൊക്കെ. പിന്നെ അതിന്റെ എല്ലാ വിശദാംശവും നയത്തിൽ പറയേണ്ടതല്ല, പിന്നീട് ഭരണപരമായി തീരുമാനിക്കേണ്ടതുമാണ്.
സംസ്ഥാന സർക്കാരിന്റെ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മാത്രമൊന്നും പരിഹരിക്കാൻ പറ്റുന്നതല്ല. മൊബൈൽ യൂണിറ്റ് എന്തിനുള്ളതാണ്? വന്ധ്യംകരിക്കാനുള്ളതാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളുടെ പ്രശ്നം മൊബൈൽ യൂണിറ്റുകൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ എന്തായാലും സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. സുപ്രീം കോടതി അക്കാര്യം പരിശോധിച്ചിട്ട് പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നഗരനയത്തിന്റെ നാൾവഴികളൊന്ന് വിശദമായി പറഞ്ഞത് തെറ്റായ ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുകൊണ്ട് കൂടിയാണ്. ഒരു വാർത്ത വന്നത് CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. പെട്ടെന്ന് തന്നെ നഗരനയം പുറത്തിറക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ പുറത്തിറക്കി എന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള വാർത്ത ശ്രദ്ധയിൽ വന്നിരുന്നു. ഇത് 2023 ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അതാണ് പെട്ടെന്നൊരു നയം ആവിഷ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ 2023 ഈ ബജറ്റ് പ്രഖ്യാപനം വരുന്നത്. ആ വർഷം തന്നെ കമ്മീഷനെ വെച്ചു. ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ വളരെ വിചിത്രമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ഇതിന്റെ നാൾവഴികളെന്ന് പറഞ്ഞത്. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. മണിശങ്കരയ്യർ പറഞ്ഞത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമല്ലേ. ചിന്തിക്കുന്ന മനുഷ്യര് അങ്ങനെ വിവേകത്തോടു കൂടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക്, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിന്റെ മുഖ്യ ശില്പിയാണ് മണിശങ്കരയ്യർ എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. 73-74 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധി ഗവൺമെന്റിലെ പഞ്ചായത്ത് രാജ് മന്ത്രിയായിരുന്നല്ലോ മണിശങ്കരയ്യർ. മാത്രമല്ല അദ്ദേഹം സ്വതന്ത്രമായും നിർഭയമായിട്ടും അഭിപ്രായം പറയുന്ന, എന്നാൽ ഉറച്ച മതനിരപേക്ഷ നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഇന്ന് ധരിച്ചു വന്ന മുണ്ടിന്റെ കര കോൺഗ്രസ് പതാകയുടെ നിറങ്ങളാണ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് നേതാവാണ്. അപ്പൊ ഇനി കോൺഗ്രസ് നേതാക്കളാണ് പ്രതികരിക്കേണ്ടത്. തങ്ങളുടെ ഒരു മുതിർന്ന നേതാവ് കേരളത്തിൽ LDF അധികാരത്തിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം അതിന് പറഞ്ഞ കാരണം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് UDF ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഗാന്ധിയനായതുകൊണ്ട് എനിക്ക് സത്യമേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഗാന്ധിയൻ ചിന്തയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് നടപ്പാക്കിയതൊരു മാർക്സിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്നും അദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇതൊരു വലിയ വാർത്തയാണ്, വലിയ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും. വലിയ വാർത്തയാണ്. പക്ഷെ ഇന്ന് മാധ്യമങ്ങളെല്ലാം ആ വാർത്ത ഒളിപ്പിക്കാനും അവഗണിക്കാനും ഒക്കെയാണ് ശ്രമിച്ചത്. സച്ചിദാനന്ദന്റെ ഒരു ഇന്റർവ്യൂ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തത്. ഭയങ്കര ആഘോഷമായിരുന്നു. ആ ഉത്സാഹം ഇതിൽ കാണുന്നില്ല. വായനക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്. ഞാൻ കൊടുക്കാത്ത പത്രങ്ങളുടെ പേര് ഇപ്പൊ പറയണോ? മുഖ്യ പത്രങ്ങളുടെ. നിങ്ങള് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും. കൊടുക്കും. എവിടെയാണ് കൊടുത്തത്? അമർത്യ പ്രസംഗം എവിടെയാണ് കൊടുത്തത്? അമർത്യ പ്രസംഗം ഞാൻ നോക്കി. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രം കൊടുത്തത് 14-ാമത്തെ പേജിലാണ്.
എടുത്തിട്ട് വരണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ തമ്മിൽ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശേഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞെട്ടിപ്പോയി അത്. അമർത്യാസനെ പോലൊരാൾ കേരള മാതൃകയെ പ്രശംസിക്കുന്നത് പോലും സഹിക്കാൻ പറ്റാതെ പിന്നെ കൊടുക്കാതിരുന്നു എന്ന ദുഷ്പേര് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തു. നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട്, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ചൊല്ല്, ഞാൻ പറയുന്നില്ല. കൊടുക്കാതിരിക്കാൻ കൊടുത്തില്ല എന്നൊരു ദുഷ്പേര് ഒഴിവാക്കാൻ ഞങ്ങളും കൊടുത്തല്ലോ എന്ന് പറയാൻ വേണ്ടി കൊടുത്തു. വാർത്തകളുടെ തലക്കെട്ട് വിന്യസിക്കുന്നതിൽ, വാർത്താ വിന്യാസത്തിലൊക്കെ ഉള്ള ഊന്നലുകൾ ആളുകൾ മനസ്സിലാക്കും. അതായത് ദേവസ്വം ബെഞ്ചിന്റെ സർക്കാരിന് സഹായകരമാകുന്ന നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളെ ആകെ തള്ളിപ്പറയുന്ന നിരീക്ഷണങ്ങൾ വന്നാൽ അത് 10ാമത്തെ പേജിൽ മൂലയ്ക്ക് ഒതുങ്ങും. എന്നാൽ യഥാർത്ഥത്തിൽ കേസുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത സിംഗിൾ ജഡ്ജിന്റെ പരാമർശങ്ങൾ വന്നാൽ അത് 1ാം പേജിൽ വെണ്ടയ്ക്ക നിരത്തുകയും ചെയ്യും. ഇതൊക്കെയാണല്ലോ സ്വീകരിക്കുന്ന സമീപനം. അത് അമർത്യാസെന്നിനോടും കണ്ടു, മണിശങ്കരയ്യരോടും കണ്ടു. ഇപ്പൊ ഇടതുപക്ഷത്തെക്കുറിച്ച് നല്ല വാക്ക് കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും ആ തമസ്കരണം ഉണ്ടാവും. ഞാൻ എല്ലാവരും ഒരുപോലെ നല്ല പറയുന്നത്, ചെറുതായി കൊടുത്തവരൊക്കെ കാണും. പിന്നെ ഇതുപോലൊരു തമസ്കരണം കണ്ടത് രമേശ് ചെന്നിത്തല പാഠപുസ്തകം കൊടുക്കുന്നതിനെ കുറിച്ച് കൊടുത്ത പ്രസ്താവനയിലാണ്. അത് സാധാരണ UDF നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യത്തിൽ കൊടുക്കുന്ന പത്രങ്ങളൊക്കെ അത് കൊടുത്തതായി കണ്ടില്ല. അതും ശരിയായില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നിങ്ങൾ അവഗണിച്ചത്. പാഠപുസ്തകം തലേവർഷം കൊടുക്കുന്നത് ഇത്ര വലിയ നേട്ടമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് തുഗ്ലക് പരിഷ്കാരമാണ് എന്നും പറഞ്ഞു. ആ തുഗ്ലക് ഭാഷണത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി മനസ്സിലായി, ചിലപ്പോൾ വാർത്ത കൊടുക്കും സഹായിക്കും, ചിലപ്പോൾ കൊടുക്കാതെയും സഹായിക്കും. നയം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള നടപടികളെല്ലാം അക്കമിട്ട് നിരത്തുന്നതല്ല. നയം ഒരു ഡയറക്ഷനാണ് കൊടുക്കുക. ആ ഡയറക്ഷൻ ഇതിലുണ്ട്. ഞാൻ പറയാം. കോൺക്ലേവ് നടന്നത് സെപ്റ്റംബറിലാണ്. ആ കോൺക്ലേവിൽ ധാരാളം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ നിർദ്ദേശങ്ങൾ കൂടി ചർച്ച ചെയ്താണ് ഈ നയത്തിന് രൂപം കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സമയമേ വന്നിട്ടുള്ളൂ. വേണ്ടത്ര ചർച്ചകൾ നടത്തി നയം കുറ്റമറ്റൊന്നാവണമല്ലോ. അടുത്ത 25 വർഷത്തേക്കുള്ളൊരു ഡയറക്ഷനില്ലേ, ആവശ്യമായിട്ടുള്ള ചർച്ചകളെല്ലാം നടത്തിയിട്ടാണ് നയം ആവിഷ്കരിച്ചത്. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ എവിടെന്നെങ്കിലും ഒരു ഡയറക്ഷൻ കിട്ടി ഉടൻ ഒരു നയം ഉണ്ടാക്കി കളയാം എന്ന് തീരുമാനിച്ചുണ്ടാക്കിയതല്ല. വേണ്ടത്ര ആലോചനയും ചർച്ചയും ഒക്കെ നടത്തിയിട്ടാണ്, വലിയൊരു പ്രോസസ്സിന്റെ ഉൽപ്പന്നമായിട്ടാണ് ഈ നയം വന്നിട്ടുള്ളത്. അതാ പറഞ്ഞത്, നയത്തിൽ ഓരോ കാര്യവും പ്രത്യേകം പരാമർശിക്കുന്ന നയം വലിയൊരു ഇതായിട്ട് മാറും. പക്ഷേ നമുക്ക് അതെ, ഇതില് റെക്കമെൻഡേഷൻസിൽ ഒന്നാമത് പറയുന്ന ഭാഗം ഫോർമേഷൻ, അപ്ഗ്രഡേഷൻ ആൻഡ് റീക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്. അതിൽ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. The state shall recognize urbanization as a dynamic and evolving process and shall ensure timely formation, upgradation and reclassification of urban local self-governments. The decisions shall be guided by objective demographic, economic, spatial and fundamental parameters that define urban characteristics with the objective of ensuring responsive urban governance aligned with the changing realities of urban growth, service delivery demands and regional development patterns. In doing so, due consideration shall be given to the size, functional role, settlements, morphology and rural-urban characteristics of towns so that institutional status and governance arrangements remain proportionate,
ക്രിയേറ്റ് ആൻഡ് അഡിക്കേറ്റ്. എല്ലാ ഭാഗവും എല്ലാ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ നടപടികൾ ഓരോന്ന് അക്കമിട്ട് നിരത്താൻ തുടങ്ങിയാൽ അത് നയമല്ലല്ലോ, അത് പ്രവർത്തന പദ്ധതിയല്ലേ. റിപ്പോർട്ടിൽ അർബൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. അതെ, അത് മുഴുവൻ ഈ നയത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടില്ല. അല്ല, നയമാണ് ഡയറക്ഷൻ. അർബൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്, പിന്നെ വലിയ ഭാഗം പഠനമാണ്. പോയിട്ട് ഇപ്പൊ വിസ്മയം ഇതിലേക്ക് ചുരുങ്ങിയോ? പുതിയ കഥകൾ സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നുള്ളത് പോലുള്ള കഥകളൊന്നും ഇല്ല. ഇപ്പൊ വിസ്മയം ചുരുങ്ങി ഇത്രത്തോളം എത്തിയപ്പോ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? കേരള കോൺഗ്രസ് വരുന്നു എന്നായിരുന്നു. അതിന് വിശ്വാസ്യത പകരാൻ വേണ്ടി പറഞ്ഞ കഥ എന്തായിരുന്നു? സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചു എന്നാണ്. ആരെ വിളിച്ചു എന്നാ പറഞ്ഞു? ജോസ് കെ മാണി. അദ്ദേഹം പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഉണ്ടായിട്ടില്ല. അത് കേട്ട് വിസ്മയിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം. ഒരു വ്യാജ പ്രചരണം അങ്ങോട്ട് അടിച്ചുവിടുകയാണ്. അത് പൊളിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല, ഒരു കൂസലും ഇല്ലാതെ അടുത്തതുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു, ഇത്തരം വാർത്തകൾ കൊടുക്കുന്നവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണ്ടേ? ഞങ്ങൾ അന്ന് കൊടുത്ത വാർത്ത വസ്തുതാപരമായിരുന്നില്ല, തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അടുത്തതിന്റെ പിന്നാലെ പോവാണ്. എന്നിട്ട് മറുപടി പറയാൻ ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞു, ഉത്തരവാദിത്തം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഒരു സൗകര്യം. മാധ്യമങ്ങൾക്കുള്ളൊരു സൗകര്യം എന്താ വെച്ചാൽ എന്ത് വാർത്തയും കൊടുക്കാം, തെറ്റായ ഏത് വാർത്തയും കൊടുക്കാം. ഇങ്ങോട്ടാരും ചോദിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അക്ഷരം വിടാതെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നില്ല, എനിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് നടക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോ ഒരു കാര്യം കൂടി നിങ്ങളാരും ചോദിച്ചില്ല. മണിശങ്കരയ്യരെ അധിക്ഷേപിച്ചുകൊണ്ട് ഇന്നിപ്പോ കോൺഗ്രസ് നേതാക്കൾ പലരുടെയും പ്രസ്താവന വന്നല്ലോ. നേരത്തെ സച്ചിദാനന്ദൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചോ? ആരെങ്കിലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചോ? എത്ര ഹീനമായ ഭാഷയിലാണ് 85 വയസ്സുള്ള മണിശങ്കരയ്യരെ ഇപ്പോഴും അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ള രാജീവ് ഗാന്ധിയുടെ ഉറ്റമിത്രമായിരുന്ന മണിശങ്കരയ്യരെ ആക്ഷേപിച്ചിട്ടുള്ളത്. ഇതാണ് രണ്ട് രാഷ്ട്രീയം, ഇതാണ് രണ്ട് സംസ്കാരം. മറിച്ചായിരുന്നു എന്ന് കരുതുക. ഇപ്പൊ സച്ചിദാനന്ദനെ കുറിച്ച് വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് തന്നെ എന്തു പ്രാധാന്യമായിരുന്നു, എന്ത് വാർത്താ പ്രാധാന്യമായിരുന്നു വിമർശനത്തിന് പോലും. ഇവിടെയോ ഹീനമായ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ട് അത് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. അതാ പറഞ്ഞു, വാർത്ത കൊടുത്തും കൊടുക്കാതെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ വാർത്ത കൊടുക്കാറുണ്ടല്ലോ. എന്റെ ചോദ്യം, മണിശങ്കരയ്യരെ ആക്ഷേപിച്ചത് ഒളിച്ചു വെക്കാൻ നിങ്ങളുടെ താല്പര്യം എന്താണെന്നാണ്. ആരെങ്കിലും ആക്ഷേപിച്ചിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൊരു കുറവും വരുത്താറില്ലല്ലോ, ഉത്സാഹം നല്ലോണം ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ ഉത്സാഹം എന്തിനാണ്? ഒളിച്ചു വെക്കാനാണ്. അതിന്റെ താല്പര്യം എന്താണെന്നുള്ളത് അറിയാൻ ഉള്ളൊരു കൗതുകം കൊണ്ടാണ്. അതോ ഞങ്ങളുടെ ഇഷ്ടമാണെന്നാണ്? അങ്ങനെയാണ്. ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെയാണ് ഞങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഏത് വരട്ടെ ന്യായീകരണങ്ങൾ വരട്ടെ.
എന്റെ ചോദ്യം അതല്ല, പ്രതികരണം വേറെ. ഹീനമായ ഭാഷയിൽ ആക്ഷേപിച്ചു. സാധാരണ ഇപ്പോൾ ഇപ്പുറത്തുനിന്നാണ്, ഇടതുപക്ഷത്തുനിന്നാണ് വരുന്നതെന്ന് വരിക, നിങ്ങൾ എന്ത് പറയും? സച്ചിദാനന്ദനെതിരെ സൈബർ ആക്രമണം എന്ന് പറയില്ലേ? മണിശങ്കരയ്യർ ആക്രമിക്കപ്പെടാൻ യോഗ്യനാണ് എന്നുള്ളതാണോ നിലപാട്? ആണോ? ഏതെങ്കിലും സൈബർ സംഘങ്ങളല്ലല്ലോ, ഉത്തരവാദപ്പെട്ട നേതാക്കളല്ലേ മണിശങ്കരയ്യരെ മോശം ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ആളുകളെയൊക്കെ ആക്ഷേപിച്ചപ്പോഴും ഈ നിലപാട് തന്നെ എടുത്തിട്ടുള്ളത്. വനിതകളെ വരെ ആക്ഷേപിച്ചിട്ടുണ്ട്, അപ്പോഴും ഈ നിലപാട് എടുത്തിട്ടുണ്ട്. അതായത് ഇതുവരെയുള്ള സമീപനം എന്തായിരുന്നു വെച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കപ്പെടേണ്ടവരാണ്, അവരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും തെറ്റില്ല. ഇപ്പൊ എന്തായി? കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുന്നവരും ആക്രമിക്കപ്പെടേണ്ടവരാണ്. അത് മണിശങ്കരയ്യരാണെങ്കിലും ശരി, അമർത്യാസനാണെങ്കിലും ശരി. അമർത്യാസന്റെ നേരെ സൈബർ ആക്രമണം തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. ആരാന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ചിലർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരാളാരോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. UDFന്റെ സൈബർ സംഘങ്ങൾ. ശരിയെന്ന് തോന്നുന്നു അല്ലേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.